ലഹരിമരുന്ന് പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജൈറിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ടുനിന്ന്. ഷഹദ്, എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ നിരാകരിച്ചിരിക്കുന്നത് കോടതി? വിജയകുമാർ, ഈ ജാമ്യാപേക്ഷ നിരാകരിച്ചത് എന്തുകൊണ്ടാണ് എന്നത് സംബന്ധിച്ച് വ്യക്തമല്ല. കാരണം കോടതി അത്തരം വിശദാംശങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. നിലവിൽ ഇത്തരത്തിൽ ജാമ്യമില്ല എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതിന്റെ രേഖകൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചത് എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ പിടികൂടുകയും അദ്ദേഹത്തിന്റെ വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് ഇത്തരത്തിൽ ഈ ബുജേറിന് ഇതിൽ പങ്കുണ്ട് എന്ന് പോലീസിന് മനസ്സിലാവുകയും തുടർന്ന് പോലീസ് ഈ ബുജേറിനെ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് ബുജേർ പോലീസിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് ബുജേറിനെതിരെ പോലീസിനെ ആക്രമിച്ചു എന്ന രീതിയിൽ ഇപ്പൊ പോലീസ് കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബുജേർ റിമാൻഡിലുമാണ്. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിച്ച് ഉച്ചയ്ക്ക് മുൻപ് പരിഗണിച്ച കേസിലാണ് ഇത്തരത്തിൽ ജാമ്യമില്ല എന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. അതിന്റെ മറ്റ് വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. യെസ്, ജാമ്യ നിരാകരിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പ് അല്പസമയത്തിനകം പുറത്തുവരും. പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജൈറിന് ജാമ്യം നൽകിയിട്ടില്ല. ജാമ്യാപേക്ഷ കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിരാകരിച്ചു. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.